ശ്രീ ഗോവിന്ദൻകുട്ടി, നമ്മൾ ഈ ഒരു വിഷയം എടുക്കുമ്പോൾ ഉയർന്നു കേട്ട ഏറ്റവും വലിയൊരു ആരോപണം ഈ ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന സമിതിയിലെ ഇടത് സംഘടനാ അധ്യാപകരുടെ സാന്നിധ്യം തന്നെയാണ്. ഇവർക്ക് നേരെയാണ് എല്ലാവരിലും ചൂണ്ടുന്നത് എന്ന് വിവിധ അന്വേഷണങ്ങളിൽ നിന്ന് വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട്. വേണ്ടത്ര ജാഗ്രത ഔദ്യോഗിക സംവിധാനങ്ങൾ പുലർത്തുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം. നമ്മുടെ മനസ്സുകളിലേക്ക് ഓടിയെത്തേണ്ട കാര്യം, ഈ അടുത്ത കാലത്തായി നിരന്തരം പല സന്ദർഭങ്ങളിലും വിദ്യാഭ്യാസ വകുപ്പിൽ നടക്കുന്ന കുട്ടികളുടെ ചോദ്യപേപ്പർ തയ്യാറാക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വേണ്ടത്ര ജാഗ്രതയോ അവധാനതയോ ഇല്ലാതെ വരുമ്പോൾ ഒരുപാട് വിദ്യാഭ്യാസ രംഗത്തിന്റെ മൂല്യച്യുതിക്ക് മാത്രമല്ല രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തെ പോലും ബാധിക്കുന്നതായി സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇടത് അധ്യാപക സംഘടനകളുടെ ഉത്തരവാദപ്പെട്ടവർ ഈ ചോദ്യപേപ്പർ നിർമ്മാണ പ്രവൃത്തികളിൽ ഉണ്ടാകുന്നതോടൊപ്പം തന്നെ അവരിലുള്ള മറ്റു സ്വാധീനങ്ങൾ എന്ന് പറഞ്ഞാൽ ദേശവിരുദ്ധമായിട്ടുള്ള സ്വാധീനങ്ങളും നമ്മുടെ അന്വേഷണങ്ങളുടെ പരിധിയിൽ വരുത്തേണ്ടതുണ്ട്. അത് ഇന്നത്തെ സാഹചര്യത്തിൽ ഉന്നയിക്കുന്നവർ പോലും വിരുദ്ധ ചിന്താഗതിക്കാരാണെങ്കിൽ വേണ്ടത്ര ഗൗരവത്തോടെ എടുക്കാത്തൊരു സർക്കാർ സംവിധാനത്തിലാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം തീർച്ചയാണ്, കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിന്റെ പല കാര്യങ്ങളിലും വേണ്ടത്ര അവധാനത ഉണ്ടാകാതെ പോകുമ്പോൾ അതിന്റെ നഷ്ടം അനുഭവിക്കുന്നത് ഭാവി തലമുറയാണ്. ഇന്ന് വിദ്യാർത്ഥികളായിരിക്കുന്നവരാണ് നാളത്തെ നാടിന്റെ പൗരന്മാര്. ആ പൗരന്മാരെ സൃഷ്ടിക്കുന്ന വിദ്യാഭ്യാസ പ്രക്രിയയിൽ ശരിയായ രീതിയിലുള്ള പരീക്ഷകളും നടക്കുന്നില്ലെങ്കിൽ അത് അവരുടെ മൂല്യച്യുതിക്ക് മാത്രമല്ല കുട്ടികൾക്ക് ഈ സംവിധാനങ്ങളോടുള്ള വിശ്വാസ്യതയിലും സംശയങ്ങൾ ജനിപ്പിക്കും. നേരത്തെ ചോദ്യപേപ്പർ വേണ്ടത്ര തയ്യാറെടുപ്പില്ലാതെ ഭൂപടം തെറ്റായി കൊടുത്ത ഒരു അനുഭവം നമുക്കുണ്ട്. ഇപ്പോൾ ചോദ്യപേപ്പർ ചോർന്നു എന്നുള്ള വാർത്ത വരുന്നു. എന്തായാലും വളരെ ശരിയായ രീതിയിലൊരു അന്വേഷണം നടത്തിയാൽ മാത്രമേ ആരാണ് യഥാർത്ഥ ഉത്തരവാദികൾ അല്ലെങ്കിൽ കള്ളന്മാര് എന്ന് കണ്ടെത്താൻ കഴിയുള്ളൂ. എന്തായാലും രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിനു കൂടി ഭീഷണി ഉയർത്തുന്നതാണ് ഈ പരീക്ഷാ സമ്പ്രദായത്തിലുള്ള ഉത്തരവാദിത്തം ഇല്ലായ്മ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായും ഏറ്റവും പ്രസക്തമായ കാര്യം കൂടിയാണ് താങ്കൾ ഉയർത്തി കാണിച്ചത്.